ഒരു സെല്ലിനകത്ത് ഒരു ന്യൂക്ലിയസ് കാണാൻ സാധിക്കും. സാധാരണ ഒരു സെല്ലിനകത്ത് ഒരു ന്യൂക്ലിയസ് കാണാൻ സാധിക്കും. എന്നാൽ മസിൽ ഫൈബറിനകത്ത് ഒരു ന്യൂക്ലിയസ് മാത്രമല്ല, ഒരുപാട് ന്യൂക്ലിയസ് ഉണ്ട്. മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷൻ ആണ്. അതുകൊണ്ട് ഇത് സിൻസീഷ്യം എന്ന് പറയാറുണ്ട്. മസിൽ ഫൈബേഴ്സ് ആർ ഇൻ സിൻസീഷ്യം. സിൻസീഷ്യം എന്ന് പറഞ്ഞാൽ മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷൻ. മസിൽ സാധാരണ ഒരു സെല്ലിനകത്ത് ഒരു ന്യൂക്ലിയസ് മാത്രമേ ഉള്ളൂ. എന്നാൽ മസിൽ ഫൈബറിനകത്ത് ഒരുപാട് ന്യൂക്ലിയസ് ഉണ്ട്. അതുകൊണ്ട് the condition is known as syncytium. Muscle fiber is syncytium because it contains many nucleus. Apo the cell membrane of muscle fiber is known as sarcolemma. The cytoplasm of muscle fiber is known as sarcoplasm. Then sarcoplasm contains many nucleus, multinucleate condition. The condition is known as syncytium. ഇനി ഈ മസിൽ ഫൈബറിന്റെ ഉള്ളില് ഒരു സ്ട്രക്ചർ ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. മസിൽ ഫൈബറിനകത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിന്റെ പേര് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നാണ്. അതിനെ ഇവിടെ വിളിക്കുന്ന പേര് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം സാധാരണ ഒരു സെല്ലിനകത്ത് കാണുന്ന ഒരു സ്ട്രക്ചറാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എന്നാൽ ഇതേപോലൊരു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മസിൽ ഫൈബറിനകത്തും ഉണ്ട്. അവിടെ നമ്മൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നല്ല വിളിക്കുന്നത്, സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പൊ ഒന്നുകൂടി, സാധാരണ ഒരു സെല്ലിനകത്ത് കാണുന്ന ഒരു സ്ട്രക്ചറാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതേപോലൊരു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മസിൽ ഫൈബറിനകത്തും കാണാം. ഇവിടെ നമ്മൾ അതിനെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് വിളിക്കാറില്ല, പകരം വിളിക്കുന്നത് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നാണ്. ഈ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഫംഗ്ഷൻ സ്റ്റോർ ഹൗസ് ഓഫ് കാൽഷ്യം അയോൺ ആണ്. ഇഷ്ടം പോലെ കാൽഷ്യം അയോണിനെ സ്റ്റോർ ചെയ്ത് വെക്കും. കാരണം മസിലിന്റെ കോൺട്രാക്ഷനും റിലാക്സേഷനും ഏറ്റവും കൂടുതൽ റോൾ ഉള്ളത് കാൽഷ്യം അയോൺസിനാണ്. അപ്പൊ ഇതാണ് മസിൽ ഫൈബറിന്റെ സ്ട്രക്ചറിന്റെ പ്രത്യേകത. മസിൽ ഫൈബറിൽ ഒരു സെൽ മെംബ്രെയിൻ ഉണ്ട്. ആ സെൽ മെംബ്രെയിന്റെ പേര് സാർക്കോലെമ എന്നാണ്. മസിൽ ഫൈബറിനകത്ത് സൈറ്റോപ്ലാസം ഉണ്ട്, അതിന്റെ പേര് സാർക്കോപ്ലാസം എന്നാണ്. മസിൽ ഫൈബേഴ്സിനകത്ത് ഒരുപാട് ന്യൂക്ലിയസ് കാണുന്നുണ്ട്. ദ കണ്ടീഷൻ ഈസ് നോൺ ആസ് സിൻസീഷ്യം. മസിൽ ഫൈബറിന്റെ ഉള്ളിൽ കാണുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ പേര് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നാണ്. സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന സ്ട്രക്ചർ ഒരുപാട് കാൽഷ്യം അയോണിനെ സ്റ്റോർ ചെയ്ത് വെക്കും. ബിക്കോസ് കാൽഷ്യം അയോണിന് മസിൽ കോൺട്രാക്ഷനിലും റിലാക്സേഷനിലും മേജർ റോളാണുള്ളത്. ഓക്കെ, അപ്പൊ വീണ്ടും എ മസിൽ contain many muscle bundles. A single muscle bundle contain many muscle fibers. ഇനി ഞാൻ ഈ മസിൽ ബണ്ടിലിനകത്ത് ഇഷ്ടം പോലെ മസിൽ ഫൈബേഴ്സ് ഉണ്ടല്ലോ, ഞാൻ അതിനകത്ത് നിന്നും ഒരു മസിൽ ഫൈബറിനെ വെളിയിലോട്ട് എടുക്കുന്നു. ഇത് മസിൽ ഫൈബർ ആണ്. മസിൽ ഫൈബർ അടുത്ത് മസിൽ ഫൈബറിനകത്ത് നോക്കിയാൽ കാണുന്ന സ്ട്രക്ചറിന്റെ പേരാണ് മയോഫൈബ്രിൽസ് ഓർ മയോഫൈബ്രിൽസ്.
myofibrils or myofilament. അപ്പോ a muscle made up of many muscle bundles, a single muscle bundle made up of many muscle fibers, a single muscle fiber made up of many myofibrils or myofilament. അപ്പൊ നമ്മൾ ആദ്യം ഒരു മസിലിനകത്ത് നിന്ന് ഒരു മസിൽ ബണ്ടിൽ പുറത്തെടുത്തു, മസിൽ ബണ്ടിലിനകത്ത് നിന്നും ഒരു മസിൽ ഫൈബർ പുറത്തെടുത്തു, അതും പരിശോധിച്ചപ്പോൾ അതിനകത്ത് ഇഷ്ടംപോലെ മയോഫൈബ്രൽസും മയോഫിലമെന്റ്സും. അപ്പോ a muscle made up of many muscle bundles, a muscle bundle made up of many muscle fibers, a muscle fiber made up of many myofibrils or myofilament. ഓക്കെ, അടുത്ത് ഇതിനകത്ത് നിന്നും ഒരു മയോഫൈബ്രിൽ ഓർ മയോഫിലമെന്റ് പുറത്തോടെടുക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഓരോ സ്ട്രക്ചറിനകത്ത് നിന്ന് ഓരോരുത്തരെ പുറത്തോടെടുത്തോണ്ടിരിക്കുകയാണ്. ഒരു മസിലിനകത്ത് നിന്ന് മസിൽ ബണ്ടിൽ പുറത്തെടുത്തു, ഒരു മസിൽ ബണ്ടിലിനകത്ത് നിന്ന് മസിൽ ഫൈബർ പുറത്തെടുത്തു. ഇപ്പോ മസിൽ ഫൈബറിനകത്ത് നിന്നും മയോ ഫൈബ്രൽസ് ഉണ്ട്. ഇപ്പൊ അതിനകത്ത് നിന്ന് ഒരു മയോ ഫൈബ്രലിനെ പുറത്തെടുത്തു. ഈ മയോ ഫൈബ്രലിന്റെ അകത്ത് പരിശോധിച്ചാൽ നമുക്കിങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഡാർക്ക് റീജിയൻ, ലൈറ്റ് റീജിയൻ, വീണ്ടും ഡാർക്ക് റീജിയൻ, ലൈറ്റ് റീജിയൻ, വീണ്ടും ഡാർക്ക് റീജിയൻ, ലൈറ്റ് റീജിയൻ എന്നിങ്ങനെ കാണാൻ സാധിക്കും. ഒരു മയോഫൈബ്രിൽ ഓർ മയോഫിലമെന്റ്, മയോഫൈബ്രിൽ ഓർ മയോഫിലമെന്റ് പരിശോധിച്ചാൽ ഓൾട്ടർനേറ്റ് ആയിട്ട് ഡാർക്ക് റീജിയൻ, ലൈറ്റ് റീജിയൻ, ഡാർക്ക് റീജിയൻ, ലൈറ്റ് റീജിയൻ, ഡാർക്ക് റീജിയൻ, ലൈറ്റ് റീജിയൻ, ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഡാർക്ക് റീജിയൻസും ലൈറ്റ് റീജിയൻസും കാണാൻ സാധിക്കും. ഇതിന് കാരണം, ഈ ഡാർക്ക്നെസ്സിന് കാരണം, ഈ ഡാർക്ക് റീജിയണിൽ വളരെ തിക്കായിട്ടുള്ള ഒരു പ്രോട്ടീൻ ഉണ്ട്. ഡാർക്ക് റീജിയണിൽ ഇങ്ങനെ നീളത്തിൽ കാണുന്ന വളരെ തിക്കായിട്ടുള്ള ഒരു പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീനിന്റെ പേര് മയോസിൻ എന്നാണ്. ഈ ഡാർക്ക് റീജിയൻ ആ ഡാർക്ക്നെസ്സിന് കാരണം ഈ ഡാർക്ക് റീജിയണിൽ വളരെ തിക്കായിട്ടുള്ള ഒരു പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീനിന്റെ പേര് മയോസിൻ എന്നാണ്. അടുത്തത് ലൈറ്റ് റീജിയൻ. ഈ ലൈറ്റ് റീജിയൻ വളരെ ലൈറ്റ് ആണ്, ഡാർക്ക് അല്ല. അപ്പോൾ ലൈറ്റ് റീജിയന് കാരണം അവിടെ വളരെ തിന്നായിട്ടുള്ള ഒരു പ്രോട്ടീൻ ഉണ്ട്. അതിന്റെ പേരാണ് ആക്ടിൻ ഫിലമെന്റ്. ഇതിന്റെ പേര് മയോസിൻ ഫിലമെന്റ് എന്നാണ്. ഇതിനെ ആക്ടിൻ ഫിലമെന്റ് എന്ന് പറയും. ഇനി ഈ ഡാർക്ക് റീജിയന്റെ പേര് എ ബാൻഡ് എന്നാണ്. ഡാർക്ക് റീജിയന്റെ പേര്
എ ബാൻഡ് എന്നാണ്. ലൈറ്റ് റീജിയന്റെ പേര് ഐ ബാൻഡ് എന്നാണ്. ഡാർക്ക് റീജിയന്റെ പേര് എ ബാൻഡ് അല്ലെങ്കിൽ ഫുൾ നെയിം അനൈസോട്രോപിക് ബാൻഡ്, അനൈസോട്രോപിക് ബാൻഡ് എന്നും ലൈറ്റ് റീജിയന്റെ പേര് ഐ ബാൻഡ് എന്നാണ്. ഐസോട്രോപിക് ബാൻഡ്, ഐസോട്രോപിക് ബാൻഡ്. അപ്പോ ഇപ്പൊ നമ്മള് അൾട്രാ സ്ട്രക്ചറിലോട്ട് എത്തിക്കഴിഞ്ഞു. എ സിംഗിൾ മസിൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് many muscle bundles. A single muscle bundle made up of many muscle fibers. A single muscle fiber made up of many myofibrils or myofilaments. A single myofibril or myofilament made up of two types of proteins, myosin filament and actin filament. അപ്പോ ആക്ടിൻ ഫിലമെന്റ് മയോസിൻ ഫിലമെന്റും കൂടെ ചേർന്നിട്ട് മയോഫൈബ്രിൽ ഉണ്ടാവും. മയോഫൈബ്രിലുകൾ ചേർന്ന് മസിൽ ഫൈബർ ഉണ്ടാവും. മസിൽ ഫൈബറുകൾ ചേർന്ന് മസിൽ ബണ്ടിൽ ഉണ്ടാവും. മസിൽ ബണ്ടിലുകൾ ചേർന്ന് മസിൽ ഫോം ചെയ്യും. ഇതാണ് സ്ട്രക്ചർ. അപ്പൊ നമുക്കിനി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് ഇതിനകത്ത് മയോഫൈബ്രിൽ ഓർ മയോഫിലമെന്റ് ആണ്. അപ്പൊ ഒരു മയോഫൈബ്രിൽ ഓർ മയോഫിലമെന്റ് പരിശോധിച്ചാൽ ഇതിനകത്ത് ഓൾട്ടർനേറ്റ് ആയിട്ട് ഡാർക്ക് റീജിയൻ, ലൈറ്റ് റീജിയൻ, ഡാർക്ക് റീജിയൻ, ലൈറ്റ് റീജിയൻ, ഡാർക്ക് റീജിയൻ, ലൈറ്റ് റീജിയൻസ് കാണാൻ സാധിക്കും. ഈ ഡാർക്ക് റീജിയന്റെ പേര് എ ബാൻഡ് എന്നാണ്, അല്ലെങ്കിൽ അനൈസോട്രോപിക് ബാൻഡ് എന്നാണ്. ലൈറ്റ് റീജിയന്റെ പേര് ഐ ബാൻഡ് അല്ലെങ്കിൽ ഐസോട്രോപിക് ബാൻഡ് എന്നാണ്. ഈ ഡാർക്ക്നെസ്സിന് കാരണം അവിടെ വളരെ തിക്കായിട്ടുള്ള ഒരു പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീന്റെ പേര് മയോസിൻ ഫിലമെന്റ് എന്നാണ്. ഐ ബാൻഡ് തിന്നാണ്. അത് തിന്നായിട്ടിരിക്കാൻ കാരണം അവിടെ വളരെ തിന്നായിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണുള്ളത്. അതിന്റെ പേര് ആക്ടിൻ ഫിലമെന്റ് എന്നാണ്. ഇതാണ് അതിന്റെ സ്ട്രക്ചർ, സ്കെലിറ്റൽ മസിലിന്റെ സ്ട്രക്ചർ. നമുക്കിനി കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് മയോ ഫിലമെന്റ് സ്ട്രക്ചർ പഠിക്കണം. മയോ
ഫിലമെന്റ് ഓർ മയോ ഫൈബ്രിൽ. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു മയോ ഫിലമെന്റ് പരിശോധിച്ചാൽ ഓൾട്ടർനേറ്റ് ആയിട്ട് ഡാർക്ക് റീജിയൻ, ലൈറ്റ് റീജിയൻസ് കാണാൻ സാധിക്കും. ഓൾട്ടർനേറ്റ് ആയിട്ട് ഡാർക്ക് റീജിയൻസ്, ലൈറ്റ് റീജിയൻസ്, ഡാർക്ക് റീജിയൻസ്, ലൈറ്റ് റീജിയൻസ് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അതിൽ ഡാർക്ക് റീജിയനെ നമ്മൾ എ ബാൻഡ് എന്ന് പറഞ്ഞു, ലൈറ്റ് റീജിയനെ നമ്മൾ ഐ ബാൻഡ് എന്ന് പറഞ്ഞു. ഇനി ഇതിന്റെ കുറച്ചുകൂടെ വീണ്ടും ഒരു ഡീറ്റെയിൽഡ് സ്ട്രക്ചറാണ്. ഇതേ സെയിം സംഭവം തന്നെ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് സ്ട്രക്ചർ വരയ്ക്കുകയാണ്. ഓക്കെ, അടുത്ത് എ ബാൻഡ്, ഐ ബാൻഡ്. ഓ ശരി, അപ്പൊ നമ്മളിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ഇതിലോട്ട് പോവുകയാണ്. ഈ ഐ ബാൻഡ്, അപ്പോ ഐ ബാൻഡ് ലൈറ്റ് റീജിയൻ ആണ്. അവിടെ വളരെ തിന്നായിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണുള്ളത്. അതിന്റെ പേര് നമ്മൾ ആക്റ്റിൻ ആണെന്ന് പറഞ്ഞു.
ഇനി ഈ ഐ ബാൻഡ് പരിശോധിച്ചാൽ അതിന്റെ സെന്ററിൽ കൂടെ ഒരു ലൈൻ പോകുന്നതായിട്ട് കാണാം. ഐ ബാൻഡ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് റീജിയൻ ബാൻഡ് പരിശോധിച്ചാൽ അതിന്റെ സെന്ററിൽ അല്ലെങ്കിൽ അതിൽ കൂടെ ലൈറ്റ് ബാൻഡിൽ കൂടി ഒരു ലൈൻ ഇങ്ങനെ കടന്നു പോകുന്നതായിട്ട് കാണാം. ഐ ബാൻഡ് പരിശോധിച്ചാൽ ഐ ബാൻഡിനെ ക്രോസ് ചെയ്ത് ഒരു ലൈൻ പോകുന്നതായിട്ട് കാണാം. ആ ലൈനിന്റെ പേര് സെഡ് ലൈൻ എന്നാണ്. ഇവിടെയും അതേപോലെ സെഡ് ലൈൻ ഉണ്ട്. ഇതിന്റെ ഒരു കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് സ്ട്രക്ചർ ആണിത്. ഈ കാണുന്നതാണ് ആക്റ്റിൻ ഫിലമെന്റ്. ഈ ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് മയോസിൻ ഫിലമെന്റ്. ഈ വരച്ചിരിക്കുന്ന ഈ ലൈനാണ് മുകളിലത്തെ ഫിഗറിൽ സെഡ് ലൈൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സെഡ് ലൈൻ ഇവിടെ ഈ ലൈനാണ് സെഡ് ലൈൻ. പിന്നെ ഈ ഫിഗറിലാണെങ്കിൽ ഈ ബ്ലാക്കിന് ഇത് മുതൽ ഈ ബ്ലാക്ക് തുടങ്ങുന്നതിന് മുന്നേ വരെ ഉള്ളത് ഐ ബാൻഡ് ആണ്. പിന്നെ ഈ ബ്ലാക്ക് മാത്രമുള്ള റീജിയൻ ഇത് മുതൽ ഇതുവരെ എ ബാൻഡ് ആണ്. വീണ്ടും ബാക്കി വരുന്ന പോർഷൻ അത്രയും ഐ ബാൻഡ് ആണ്. ഓക്കെ, അപ്പോ ഐ ബാൻഡ് എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് റീജിയൻ ആണ്. ഐ ബാൻഡിനെ ക്രോസ് ചെയ്ത് ഒരു ലൈൻ പോകുന്നുണ്ട്, അതിന്റെ പേരാണ് സെഡ് ലൈൻ. ഈ രണ്ട് സെഡ് ലൈനിടയ്ക്കുള്ള ഡിസ്റ്റൻസ്, രണ്ട് അഡ്ജസന്റ് സെഡ് ലൈനിടയ്ക്കുള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേര് സാർക്കോമിയർ എന്നാണ്. സാർക്കോമിയർ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസന്റ് സെഡ് ലൈനിന്റെ പേരാണ് സാർക്കോമിയർ. The distance between adjacent Z line is known as sarcomere. Okay. ഇനി അടുത്ത് ഈ ഡാർക്ക് ബാൻഡ് പരിശോധിക്കുക. ഡാർക്ക് ബാൻഡ്, എ ബാൻഡ്. നമ്മൾ ഈ എ ബാൻഡ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചാൽ ഈ എ ബാൻഡിന്റെ നടുക്ക് ഒരു ലൈറ്റ് ആയിട്ടുള്ള റീജിയൻ ഉണ്ട്. എ ബാൻഡിന്റെ നടുക്ക് ഒരു ലൈറ്റ് ആയിട്ടുള്ള റീജിയൻ ഉണ്ട്. എ ബാൻഡ് നമ്മൾ പരിശോധിച്ചാൽ എ ബാൻഡിന്റെ നടുക്ക് ഒരു ലൈറ്റ് ആയിട്ടുള്ള റീജിയൻ ഉണ്ട്. ആ റീജിയനെ വിളിക്കുന്ന പേര് എച്ച് സോൺ എന്നാണ്. എച്ച് സോൺ എന്ന് പറയും. എച്ച് സോൺ ഇവിടെയാണെങ്കിൽ ഇതാണ് എച്ച് സോൺ, ഇതിലാണെങ്കിൽ എച്ച് സോൺ. അതിന്റെ സെന്ററിൽ കൂടെ ഒരു ലൈൻ പോകുന്നുണ്ട്. എച്ച് സോണിന്റെ സെന്ററിൽ കൂടെ ഒരു ലൈൻ പോകുന്നുണ്ട്. അതിന്റെ പേര് എം ലൈൻ എന്നാണ്. എം ലൈൻ ഇവിടെയാണെങ്കിൽ ഇതിന്റെ സെന്ററിൽ കൂടി ഒരു ലൈൻ പോകുന്നുണ്ട്. അതിന്റെ പേരാണ് എം ലൈൻ. ഇതാണ് ഡീറ്റെയിൽഡ് സ്ട്രക്ചർ ഓഫ് മയോഫിലമെന്റ്. മയോഫൈബ്രിൽ ഓർ മയോഫിലമെന്റ്. അപ്പോ ഒരു മയോഫൈബ്രിൽ ഓർ മയോഫിലമെന്റ് നമ്മൾ എക്സാമിൻ ചെയ്താൽ അതിനകത്ത് ഓൾട്ടർനേറ്റ് ആയിട്ട് ഡാർക്ക് റീജിയൻ, ലൈറ്റ് റീജിയൻ, ഡാർക്ക് റീജിയൻ, ലൈറ്റ് റീജിയൻ, ഡാർക്ക് റീജിയൻ, ലൈറ്റ് റീജിയൻ കാണാം. അതിൽ ഡാർക്ക് റീജിയന്റെ പേര് എ ബാൻഡ് എന്നാണ്. ലൈറ്റ് റീജിയന്റെ പേര് ഐ ബാൻഡ് എന്നാണ്. ഡാർക്ക് ബാൻഡിന്റെ ആ ഒരു അല്ലെങ്കിൽ എ ബാൻഡിന്റെ ഡാർക്ക്നെസ്സിന് കാരണം അവിടെ വളരെ തിക്കായിട്ടുള്ള ഒരു പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീന്റെ പേര് മയോസിൻ ഫിലമെന്റ് എന്നാണ്. നമ്മൾ നേരത്തെ വരച്ചു പറഞ്ഞത്. ലൈറ്റ് റീജിയന്റെ പേര് ഐ ബാൻഡ് എന്നാണ്. ലൈറ്റ് റീജിയന്റെ പേര് ഐ ബാൻഡ് എന്നാണ്. അത് വളരെ ലൈറ്റ് ആയിട്ടിരിക്കാൻ കാരണം അവിടെ വളരെ തിന്നായിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ് ഉള്ളത്. അതിന്റെ പേര്
ആക്റ്റിൻ ഫിലമെന്റ് എന്നാണ്. ആക്റ്റിൻ ഫിലമെന്റ് എന്നാണ് പേര്. ഇനി ഈ ഐ ബാൻഡിന്റെ സെന്ററിൽ കൂടെ ഒരു ലൈൻ പോകുന്നുണ്ട്. ആ ലൈനിന്റെ പേര് ഇസഡ് ലൈൻ എന്നാണ്. അഡ്ജസന്റ് ഇസഡ് ലൈനിന്റെ ആ ഡിസ്റ്റൻസിന്റെ പേര് സാർക്കോമിയർ എന്നാണ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസന്റ് ഇസഡ് ലൈൻ ഈസ് നോൺ ആസ് സാർക്കോമിയർ. ഇനി നമ്മൾ എ ബാൻഡ് പരിശോധിച്ചാൽ എ ബാൻഡിന്റെ സെന്ററിൽ ഒരു ചെറുതായിട്ടൊരു ലൈറ്റ് റീജിയൻ ഉണ്ട്. ആ ലൈറ്റ് റീജിയന്റെ പേര് എച്ച് സോൺ എന്നാണ്. അതിന്റെ സെന്ററിൽ കൂടെ ഒരു ലൈൻ കടന്നു പോകുന്നുണ്ട്. അതിന്റെ പേര് എം ലൈൻ എന്നാണ്. അപ്പൊ ഇനി നമുക്ക് പഠിക്കേണ്ടത് സ്ട്രക്ചർ ഓഫ് മയോസിൻ, അതേപോലെ സ്ട്രക്ചർ ഓഫ് ആക്റ്റിൻ ആണ്. സ്ട്രക്ചർ ഓഫ് മയോസിൻ പഠിക്കണം, അതേപോലെ സ്ട്രക്ചർ ഓഫ് ആക്റ്റിനും പഠിക്കണം. ഓക്കെ, അടുത്ത് സ്ട്രക്ചർ ഓഫ് മയോസിൻ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു മയോസിന്റെ പ്രത്യേകത അത് വളരെ തിക്കായിട്ടുള്ള ഒരു പ്രോട്ടീനാണ്. വളരെ തിക്കായിട്ടുള്ള ഒരു പ്രോട്ടീനാണ്. ഇങ്ങനെ നീളത്തിലിരിക്കുന്ന വളരെ തിക്കായിട്ടുള്ള ഒരു പ്രോട്ടീനാണ്. അപ്പൊ അതിനെ നമ്മൾ ഒറിജിനലി നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് ഇങ്ങനെയാണ് കാണുന്നത്. ഇതാണ് മയോസിൻ. മയോസിന് ഒരു ഹെഡ് ഉണ്ട്, പിന്നെ ഒരു ടെയിലുണ്ട്. മയോസിന്റെ ഹെഡില് 2 പോയിന്റ് ഉണ്ട്. ഇങ്ങനെ 2 പോയിന്റ്സ് കാണാൻ സാധിക്കും. അതില് ഒന്നാമത്തെ പോയിന്റ്, അതിനെ പറയുന്ന പേര് ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ് എന്നാണ്. ഒന്നാമത്തെ പോയിന്റിന്റെ പേര് ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ് എന്നാണ്. രണ്ടാമത്തെ പോയിന്റിന്റെ പേര് ATP ബൈൻഡിങ് സൈറ്റ് എന്നാണ്. ATP ബൈൻഡിങ് സൈറ്റ് എന്നാണ്. ഇവിടെ ATP ഉണ്ട്. രണ്ടാമത്തെ പോയിന്റിൽ എപ്പോഴും ATP ഉണ്ടായിരിക്കും. ഇനി ഞാൻ പറഞ്ഞു മയോസിൻ എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോട്ടീനാണ്. മയോസിൻ എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. പ്രോട്ടീൻ എന്ന് പറയുന്നത് പോളിമർ ആണെന്ന് നമുക്കറിയാം. പ്രോട്ടീൻ ഈസ് എ പോളിമർ. പ്രോട്ടീൻ പോളിമർ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന് മോണോമർ ഉണ്ടായേ പറ്റൂ. പ്രോട്ടീൻ എന്ന് പറയുന്നത് പോളിമർ ആണ്. പ്രോട്ടീൻ പോളിമർ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന് മോണോമർ കാണും. അങ്ങനെയാണെങ്കിൽ മയോസിനും പോളിമർ ആണ്. മയോസിൻ പോളിമർ ആണെങ്കിൽ അതിനൊരു മോണോമർ കാണും. ആ മോണോമറിന്റെ പേര് മെറോമയോസിൻ എന്നാണ്. മെറോമയോസിൻ.
ഇങ്ങനെ കുറെ മെറോമയോസിനുകൾ ചേരുമ്പോഴാണ് അത് കോംപ്ലക്സ് ആയിട്ടുള്ള മയോസിനായിട്ട് മാറുന്നത്. ഇപ്പൊ മയോസിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ്. പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു പോളിമറാണ്. അപ്പൊ മയോസിൻ എന്ന് പറയുന്നതും പോളിമറാണ്. മയോസിൻ പോളിമർ ആകുമ്പോൾ തീർച്ചയായിട്ടും അതിന് മോണോമർ ഉണ്ടായേ പറ്റൂ. ആ മോണോമറിന്റെ പേര് മെറോമയോസിൻ എന്നാണ്. ഇഷ്ടംപോലെ മെറോമയോസിനുകൾ ചേരുമ്പോഴാണ് മയോസിൻ ആകുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ഹെഡ് കുറച്ചുകൂടെ വലുതാണ്. അപ്പൊ അതിന് വലിപ്പം കൂടാൻ കാരണം അവിടെ ഇഷ്ടംപോലെ മെറോമയോസിൻ ഉണ്ടെന്നാണ്. ഹെഡിന് സൈസ് കൂടുതലാണ്. അപ്പൊ അവിടെ സൈസ് കൂടിയിരിക്കാൻ കാരണം അവിടെ ഇഷ്ടംപോലെ മെറോമയോസിൻ ഉണ്ട്. അതുകൊണ്ട് ഹെഡിനെ നമ്മൾ ഹെവി മെറോമയോസിൻ എന്നാണ് പറയുന്നത്. ഹെവി മെറോമയോസിൻ, ഹെവി മെറോ HMM, ഹെവി മെറോമയോസിൻ. ഹെവി മെറോമയോസിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ, ഹെഡ് പോർഷൻ വലുതാണ്. അത് വലുതായിരിക്കാൻ കാരണം അവിടെ ഇഷ്ടംപോലെ മെറോമയോസിൻ ഡെപ്പോസിഷൻ ഉണ്ട്. ഇഷ്ടംപോലെ മെറോമയോസിൻ ഡെപ്പോസിഷൻ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഹെഡ് പോർഷനെ ഹെവി മെറോമയോസിൻ എന്ന് പറയും. അതേസമയം ടെയിൽ പോർഷന്റെ സൈസ് ചെറുതാണ്. ഇപ്പൊ സൈസ് ചെറുതായതിന്റെ റീസൺ അവിടെ മെറോമയോസിന്റെ ഡെപ്പോസിഷൻ കുറവാണ്. അതുകൊണ്ട് നമ്മൾ ടെയിലിനെ ലൈറ്റ് മെറോമയോസിൻ എന്ന് പറയാറുണ്ട്. ലൈറ്റ് മെറോമയോസിൻ, LMM. അപ്പൊ ഇതാണ് മയോസിന്റെ സ്ട്രക്ചർ. ഇപ്പൊ മയോസിൻ എന്ന് പറയുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോട്ടീനാണ്. അപ്പൊ പ്രോട്ടീൻ എന്ന് പറയുന്നത് പോളിമറാണ്. അപ്പോൾ തീർച്ചയായിട്ടും മയോസിൻ എന്ന് പറയുന്നത് ഒരു പോളിമറാണ്. മയോസിൻ പോളിമർ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന് മോണോമർ ഉണ്ടായേ പറ്റൂ. ആ മോണോമറിന്റെ പേര് മെറോമയോസിൻ എന്നാണ്. ഇനി മയോസിന് ഒരു ഹെഡ് ഉണ്ട്, ഒരു ടെയിലുണ്ട്. ഈ ഹെഡ് നോക്കിക്കഴിഞ്ഞാൽ ഹെഡിന്റെ സൈസ് വളരെ വലുതാണ്. അപ്പൊ അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഹെഡില് മെറോമയോസിൻ എന്ന മോണോമറിന്റെ ഡെപ്പോസിഷൻ വളരെ കൂടുതലാണ്. സോ ഹെഡ് പോർഷൻ ഈസ് നോൺ ആസ് ഹെവി മെറോമയോസിൻ. ഇനി ടെയിൽ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സൈസ് ചെറുതാണ്, വിഡ്ത്ത് ചെറുതാണ്. അപ്പൊ ചെറുതായിരിക്കാൻ കാരണം അവിടെ മെറോമയോസിൻ എന്ന മോണോമറിന്റെ ഡെപ്പോസിഷൻ കുറവാണ്. സോ ടെയിൽ ഈസ് നോൺ ആസ് ലൈറ്റ് മെറോമയോസിൻ. ഇനി ഇതിന്റെ ഹെഡ് പരിശോധിച്ചാൽ 2 പോയിന്റ് കാണാൻ സാധിക്കും. അതിൽ ഒരു പോയിന്റിന്റെ പേര് ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ് എന്നാണ്. മറ്റേ പോയിന്റിന്റെ പേര് ATP ബൈൻഡിങ് സൈറ്റ് എന്നാണ്. ഇവിടെ എപ്പോഴും ATP കാണും. ഈ പോയിന്റില് ATP ഉണ്ടായിരിക്കും, ATP ബൈൻഡിങ് സൈറ്റ്. അപ്പൊ ഇതാണ് സ്ട്രക്ചർ ഓഫ് മയോസിൻ. അപ്പൊ നമുക്കിനി അടുത്ത് പഠിക്കേണ്ടത് സ്ട്രക്ചർ ഓഫ് ആക്റ്റിൻ ആണ്. സ്ട്രക്ചർ ഓഫ് ആക്റ്റിൻ. ആക്റ്റിൻ പരിശോധിച്ചാൽ ഇങ്ങനെ ബോള് പോലെ കുറെ സ്ട്രക്ചറുകൾ ഇങ്ങനെ ചേർന്ന് പോകുന്നതായിട്ട് കാണാം. ബോള് പോലെ കുറെ സ്ട്രക്ചർ ഇങ്ങനെ 2 ചെയിന്, ബോള് പോലെ ഇങ്ങനെ 2 ചെയിന് പോകുന്നതായിട്ട് കാണാം. നമ്മൾ സാധാരണ DNA ഇങ്ങനെ വരയ്ക്കാറുണ്ടല്ലേ? DNA നമ്മളിങ്ങനെ ഹെലിക്കലായിട്ട് വരയ്ക്കാറുണ്ടല്ലേ? DNA ഇങ്ങനെ ഹെലിക്കലായിട്ട് വരയ്ക്കാറില്ലേ? അതേപോലെ ഇവിടെ കുറെ ബോളുകൾ ഹെലിക്കലായിട്ട് കിടപ്പുണ്ട്. ഓക്കെ, ഈ ബോളിന്റെ പേര്, ഈ ബോളുകളായിട്ട് കിടക്കുന്ന ഇതിന്റെ പേര് F ആക്റ്റിൻ എന്ന് പറയും. F ആക്റ്റിൻ അല്ലെങ്കിൽ ഫിലമെന്റസ് ആക്റ്റിൻ എന്ന് പറയും. ഫിലമെന്റസ് ആക്റ്റിൻ. ഈ ബോള് പോലെ കാണുന്ന ആ ചെയിനിന്റെ പേരാണ് F ആക്റ്റിൻ അല്ലെങ്കിൽ ഫിലമെന്റസ് ആക്റ്റിൻ. ഓക്കെ, അപ്പോ F ആക്റ്റിൻ എന്ന് പറയുന്ന ഈ ബോള് പോലെ കാണുന്ന 2 ചെയിന്. അപ്പൊ F ആക്റ്റിൻ ഹെലിക്കലി അറേഞ്ച്ഡ് ആണ്. F ആക്റ്റിൻ ഹെലിക്കലി അറേഞ്ച്ഡ് ആണ്. DNA അറേഞ്ച്മെന്റ് ഹെലിക്കലി അല്ലേ കാണുന്നത്? അതേപോലെ ഇതും കുറെ ഹെലിക്കലിയാണ് കാണുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അപ്പോ F ആക്റ്റിൻ എന്ന് പറയുന്നത് 2 ചെയിനാണ്. ബോള് പോലെ കാണുന്ന 2 ചെയിനാണ്. അത് ഹെലിക്കലി അറേഞ്ച്ഡ് ആണ്. അപ്പൊ ഇത് പ്രോട്ടീനാണ്.
അപ്പൊ എഫാക്റ്റിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ചെയിൻ ആണ്. എഫാക്റ്റിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ചെയിൻ ആണ്. എഫാക്റ്റിൻ എന്ന് പറയുന്നത് രണ്ട് പ്രോട്ടീൻ ചെയിൻ ആണ് എഫാക്റ്റിൻ. ഇനി ഇതിനകത്തുള്ള ഓരോ ബോളും മോണോമർ ആണ്. ഓരോ ബോളും മോണോമർ ആണ്. അതിന്റെ പേര് ജി ആക്റ്റിൻ എന്നാണ്. ജി ആക്റ്റിൻ ഓർ ഗ്ലോബുലാർ ആക്റ്റിൻ. ഓക്കെ, അപ്പൊ ഈ കാണുന്ന രണ്ട് ചെയിന് കാണാം. ബോള് പോലെ കാണുന്ന രണ്ട് ചെയിന് കാണാം. ആ രണ്ട് ചെയിനിന്റെ പേര് എഫാക്റ്റിൻ എന്നാണ്. രണ്ട് എഫാക്റ്റിൻ ഉണ്ട്. അതൊരു പോളിമർ ആണ്. ഈ കാണുന്ന ബോളുകളെല്ലാം മോണോമർ ആണ്. ഈ ബോള് പോലെ കാണുന്ന എല്ലാം മോണോമർ ആണ്. അപ്പൊ ഇഷ്ടംപോലെ ബോളുകൾ കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഇത് പോളിമർ ആണ്. അപ്പൊ ഇതൊരു പോളിമർ ആണ്, ഇതൊരു പ്രോട്ടീൻ ആണ്. ആ പ്രോട്ടീനിന്റെ പേര് എഫാക്റ്റിൻ എന്നാണ്. ഇതിലെ ഓരോ ബോളും മോണോമർ ആണ്. ആ മോണോമറിന്റെ പേര് ജി ആക്റ്റിൻ എന്നാണ്. അപ്പോ ഈ ഓരോ ബോളും ജി ആക്റ്റിൻ ആണ്. അപ്പൊ ഓരോ ബോളും മോണോമർ ആണ്. ഇങ്ങനെ ബോളുകൾ ചേർന്നിട്ടാണ് വലിയ ചെയിൻ ഉണ്ടായത്. അപ്പൊ ജി ആക്റ്റിൻ മോണോമർ ആണ്. അപ്പൊ ജി ആക്റ്റിനുകൾ ചേർന്നിട്ടുണ്ടായ പോളിമർ ആണ് എഫാക്റ്റിൻ. അപ്പോ എഫാക്റ്റിൻ എന്നത് പോളിമർ ആണ്. എഫാക്റ്റിന്റെ മോണോമറിന്റെ പേരാണ് ജി ആക്റ്റിൻ ഓർ ഗ്ലോബുലാർ ആക്റ്റിൻ. ഇനി ഈ എഫാക്റ്റിന്റെ പുറത്തുകൂടി ഒരു ലൈൻ വരച്ചതുപോലെ ലീനിയർ പാറ്റേണിൽ മറ്റൊരു പ്രോട്ടീൻ കാണുന്നുണ്ട്. എഫാക്റ്റിന്റെ മണ്ടയിൽ എഫാക്റ്റിന്റെ പുറത്തുകൂടി ഒരു ലൈൻ വരച്ചതുപോലെ മറ്റൊരു പ്രോട്ടീൻ ചെയിൻ കാണുന്നുണ്ട്. അതിന്റെ പേര് ട്രോപ്പോമയോസിൻ എന്ന് പറയും. ട്രോപ്പോമയോസിൻ. ഇനി ഇതിന്റെ മുകളില് വേറെ ഒരു പ്രോട്ടീൻ ഉണ്ട്. ഇങ്ങനെ അറ്റ് റെഗുലർ ഇന്റർവെൽസ് ഇടവിട്ട് മറ്റൊരു പ്രോട്ടീൻ കോംപ്ലക്സ് ഉണ്ട്. ഇടവിട്ട് ഇങ്ങനെ ഓരോരോ ഇന്റർവെൽസിലായിട്ട് ഇങ്ങനെ ഇടവിട്ട് മറ്റൊരു പ്രോട്ടീൻ കോംപ്ലക്സ് കാണാം. അതിന്റെ പേര് ട്രോപ്പോണിൻ എന്നാണ്. ട്രോപ്പോണിൻ എന്ന മറ്റൊരു പ്രോട്ടീൻ കോംപ്ലക്സ് കാണാം. അപ്പോ ആക്റ്റിൻ ഈസ് മേഡ് അപ്പ് ഓഫ് എഫാക്റ്റിൻ പ്രോട്ടീൻ, ട്രോപ്പോമയോസിൻ പ്രോട്ടീൻ, ട്രോപ്പോണിൻ പ്രോട്ടീൻ. അപ്പൊ ഈ മൂന്ന് പ്രോട്ടീനുകൾ ചേർന്നുള്ള പ്രോട്ടീൻ കോംപ്ലക്സിന്റെ പേരാണ് ആക്റ്റിൻ. Actin is a protein complex made up of effactin protein, tropomyosin protein, troponin protein. ഇനി ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ ട്രോപ്പോണിൻ ഇങ്ങനെ ഇടവിട്ട് കാണുന്നില്ലേ? ട്രോപ്പോണിന്റെ അതായത് ചില ബോളിന്റെ മുകളില് ഈ ട്രോപ്പോണിൻ കാണാം. ഈ ഫിഗർ നോക്കിയാൽ കാണാൻ പറ്റും. ഇടവിട്ട് ചില ബോളിന്റെ മുകളിൽ ട്രോപ്പോണിൻ കാണാം. ബോൾ എന്ന് പറഞ്ഞാൽ ജി ആക്റ്റിൻ ആണ്. അപ്പൊ അതിന്റെ മുകളിൽ നമുക്ക് ആരെ കാണാം? ട്രോപ്പോണിൻ കാണാം. ഈ ട്രോപ്പോണിൻ ഇരിക്കുന്നതിന് താഴെ ജി ആക്റ്റിനിൽ ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റിലോട്ടാണ് ഈ പറയുന്ന മയോസിന്റെ ഈ ഹെഡ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു മയോസിന്റെ ഹെഡില് ഒരു പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ പേര് ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ് എന്നാണ്. ഈ പോയിന്റ് അറ്റാച്ച് ചെയ്യുന്നത് നമ്മുടെ ഇവിടെയാണ്. ഈ ട്രോപ്പോണിൻ ഇരിക്കുന്നതിന് താഴെ ജി ആക്റ്റിനിൽ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലോട്ടാണ് ഈ പറയുന്ന ഈ പോയിന്റ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഈ ട്രോപ്പോണിൻ ഇരിക്കുന്നതിന് താഴെ ജി ആക്റ്റിനിൽ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലോട്ടാണ് ഇതിന്റെ ഹെഡിലുള്ള ഈ പോയിന്റ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ ഈ പോയിന്റിന് ഇവിടെ അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഈ ട്രോപ്പോണിൻ ഇവിടെ നിന്ന് ഇളകി മാറണം.
ഈ ഹെഡിലുള്ള ഈ പോയിന്റിന് ഈ ഗ്ലോബുലർ ആക്ടിനിലെ ഈ പോയിന്റിൽ വന്ന് അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ട്രോപ്പോഡിന് ഇളകി മാറിയാൽ ഇതിന് ഇങ്ങോട്ട് ചെന്ന് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കും. അപ്പൊ ഇതാണ് സ്ട്രക്ചർ ഓഫ് ആക്ടിൻ ആൻഡ് മയോസിൻ. ഓക്കെ, അപ്പൊ നമ്മള് ഇനി ഈ ഫിഗറിൽ ഒന്ന് ശ്രദ്ധിച്ചേ. ഈ ഫിഗറിൽ ഞാൻ ഈ മുകളിലോട്ട് ഇതായി വരച്ചിരിക്കുന്നില്ലേ, ഇതാണ് മയോസിന്റെ ഹെഡ്. ഓക്കെ, ഈ വരച്ചിരിക്കുന്നതാണ് മയോസിന്റെ ഹെഡ്. ഓക്കെ, ഈ മുകളിലോട്ട് വരച്ചിരിക്കുന്ന ഓരോ വരയുമാണ് മയോസിന്റെ ഹെഡ്. ഈ വരച്ചിരിക്കുന്ന ഓരോ വരയാണ് മയോസിന്റെ ഹെഡ്. കണ്ടോ? ഈ വരച്ചിരിക്കുന്ന ഓരോ വരയാണ് മയോസിന്റെ ഹെഡ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഫിഗർ കേട്ടോ. നിങ്ങളുടെ NCERT അതിന്റെ ഡീറ്റെയിൽഡ് ഫിഗർ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഈ ഫിഗർ വരച്ച് കാണിച്ചു തരുന്നത്. ഈ കാണുന്ന ഇതാണ് മയോസിന്റെ ഹെഡ്. മയോസിന്റെ ഹെഡാണ് ഞാൻ ഈ വരയ്ക്കുന്നത്. കണ്ടോ? മസിൽ കോൺട്രാക്ട് ചെയ്യാൻ സമയമാകുമ്പോൾ ഈ ഹെഡ് ചെന്ന് മുകളിലത്തെ ആക്ടിൻ ഫിലമെന്റിൽ ഇങ്ങനെ തൊടും. മസിൽ കോൺട്രാക്ഷന് സമയമാകുമ്പോൾ ഈ ഹെഡ് ചെന്ന് ആക്ടിൻ ഫിലമെന്റിൽ ഇങ്ങനെ ചെന്ന് തൊടും. കോൺട്രാക്ഷന് സമയമാകുമ്പോൾ ഈ ഹെഡ് നേരെ ചെന്ന് ആക്ടിൻ ഫിലമെന്റിൽ തൊടും. അതാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ പോയിന്റ് നേരെ ചെന്ന് ഈ പോയിന്റിൽ തൊടും. ഹെഡ് നേരെ ചെന്ന് മയോസിന്റെ ഹെഡ് നേരെ ചെന്ന് ആക്ടിൻ ഫിലമെന്റിലോട്ട് തൊടും. എപ്പോ? കോൺട്രാക്ഷന് സമയമാകുമ്പോ മയോസിന്റെ ഹെഡ് നേരെ ചെന്ന് ആക്ടിൻ ഫിലമെന്റിൽ തൊടും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇരിക്കും. മയോസിന്റെ ഹെഡ് ഇങ്ങനെയാണെങ്കിൽ അത് നേരെ ചെന്ന് എവിടെ തൊടും? ആക്ടിൻ ഫിലമെന്റിൽ തൊടും. ഇത് മയോസിനാണ്, ഇത് ആക്ടിൻ ആണ്. അപ്പൊ സമയമാകുമ്പോൾ ഈ മയോസിൻ ഹെഡ്, അതായത് മസിൽ ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യാൻ സമയമാകുമ്പോൾ ഈ മയോസിന്റെ ഹെഡ് നേരെ ചെന്ന് ആക്ടിൻ ഫിലമെന്റിൽ തൊടും. ഇപ്പൊ ഇതാണ് ആക്ടിൻ ഫിലമെന്റ് എങ്കിൽ ഇപ്പൊ ഇങ്ങനെ നിൽക്കുകയാണ്. കോൺട്രാക്ഷന് സമയമാകുമ്പോൾ ഈ മയോസിന്റെ ഹെഡ് നേരെ ചെന്ന് ആക്ടിൻ ഫിലമെന്റിൽ തൊട്ടിട്ട് പിടിച്ച് വലിക്കും. ഇതിനെ പിടിച്ച് ഇങ്ങനെ വലിക്കും. മനസ്സിലായോ? ഈ മയോസിൻ ഹെഡ് കോൺട്രാക്ഷന് സമയമാകുമ്പോൾ ആക്ടിൻ ഫിലമെന്റിലോട്ട് ചെന്ന് മുട്ടിയതിന് ശേഷം ഇതിനെ പിടിച്ചിങ്ങനെ വലിക്കും. ഇതിനെ വലിക്കുമ്പോൾ ഈ ആക്ടിൻ മയോസിന്റെ ഹെഡിൽ കൂടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകും. കണ്ടോ? മസിൽ കോൺട്രാക്ട് ചെയ്യാൻ സമയമാകുമ്പോൾ ഈ മയോസിന്റെ ഹെഡ് നേരെ ചെന്ന് ആക്ടിൻ ഫിലമെന്റിലോട്ട് ചെന്ന് മുട്ടിയിട്ട് ഈ ആക്ടിൻ ഫിലമെന്റിനെ പിടിച്ച് വലിക്കും. ഈ ഹെഡ് കൊണ്ട് മുട്ടിയിട്ട് ഈ ആക്ടിൻ ഫിലമെന്റിനെ പിടിച്ച് വലിക്കുമ്പോഴത്തേക്ക് ഈ ആക്ടിൻ ഫിലമെന്റ് മയോസിന്റെ ഹെഡിൽ കൂടെ ഇങ്ങനെ മൂവ് ചെയ്യും. അവിടെ നടക്കുന്നത് ആക്ടിൻ ഫിലമെന്റ് സ്ലൈഡ് ഓവർ ദി ഹെഡ് ഓഫ് മയോസിൻ. ആക്ടിൻ ഫിലമെന്റ് സ്ലൈഡ് ഓവർ ദി ഹെഡ് ഓഫ് മയോസിൻ. ഓക്കെ,
അപ്പൊ ഇത് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. നമ്മള് മസിലിന്റെ അൾട്രാ സ്ട്രക്ചർ വരെ പറഞ്ഞിട്ടുണ്ട്. മസിലിൽ നിന്ന് തുടങ്ങി മസിൽ ബണ്ടിൽ പറഞ്ഞു, മസിൽ ഫൈബർ പറഞ്ഞു, മയോ ഫൈബ്രിൽ പറഞ്ഞു, അതിനകത്തുള്ള സ്ട്രക്ചേഴ്സ് ആക്ടിന്റെ സ്ട്രക്ചർ പറഞ്ഞു, മയോസിന്റെ സ്ട്രക്ചർ പറഞ്ഞു. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളിപ്പോ പറഞ്ഞ പോയിന്റ്സ് എല്ലാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫിഗർ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഫിഗർ നോക്കി വായിക്കുക. ഫിഗർ നോക്കി നോട്ട് വായിച്ചാൽ കൃത്യമായിട്ട് അത് മനസ്സിലാവും. അപ്പോ ഇതിനകത്ത് ഈ ഒരു ഫിഗർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാനിപ്പോ ഈ വരച്ചിരിക്കുന്ന ഫിഗർ അത് നിങ്ങൾ സൂം ചെയ്ത് അത് കൃത്യമായിട്ട് പകർത്തി വരച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കുക. ഇനി ഈ ഫിഗർ വെച്ച് ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇവിടെ എച്ച് സോണിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ എ ബാൻഡിന്റെ നടുക്ക് ഒരു ഡാർക്ക് ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള റീജിയൻ ഉണ്ട്. എ ബാൻഡിന്റെ നടുക്ക് ലൈറ്റ് ആയിട്ടുള്ള റീജിയൻ ഉണ്ട്. ആ റീജിയന്റെ പേരാണ് എച്ച് സോൺ എന്നൊക്കെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മസിൽ ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവങ്ങൾ നടക്കും. മസിൽ കോൺട്രാക്ഷൻ നടക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. മസിൽ കോൺട്രാക്ഷൻ നടക്കുമ്പോൾ നോക്കിയേ, ഇതിങ്ങനെ അടുത്തടുത്ത് വരും. ആക്റ്റിൻ ഫിലമെന്റ് കം ക്ലോസർ ഇങ്ങനെ അടുത്തടുത്ത് വരും. മസിൽ ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഇതിങ്ങനെ അടുത്തോട്ട് വരും. അടുത്തോട്ട് വരുമ്പോൾ ഈ കാണുന്ന എച്ച് സോണ് ഡിസപ്പിയർ ആയി പോകും. അടുത്തടുത്ത് മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഈ ആക്റ്റിൻ ഫിലമെന്റ് കം ക്ലോസർ, ആക്റ്റിൻ ഫിലമെന്റ് കം ക്ലോസർ. ആക്റ്റിൻ ഫിലമെന്റ് അടുത്തടുത്ത് വരെയാണ്. ആക്റ്റിൻ ഫിലമെന്റ് അടുത്തടുത്ത് വരുമ്പോ ഇസഡ് ലൈൻ ഇങ്ങനെ അടുത്തടുത്ത് വരും. ഈ ഇസഡ് ലൈന് മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഇസഡ് ലൈന് അടുത്തോട്ട് വരും. അപ്പൊ ഇസഡ് ലൈൻ കം ക്ലോസർ. അപ്പൊ മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പോൾ രണ്ട് സൈഡിൽ നിന്നും ആക്റ്റിൻ ഫിലമെന്റ് അടുത്തോട്ട് വരും. ആക്റ്റിൻ ഫിലമെന്റ് അടുത്തോട്ട് വരുമ്പോൾ ഇസഡ് ലൈൻ ഇങ്ങോട്ട് മൂവ് ചെയ്യും. അവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇസഡ് ലൈനിന്റെ ലെങ്ത് ഡിക്രീസ് ചെയ്യും. ഇസഡ് ലൈനിന്റെ ലെങ്ത് ഡിക്രീസ് ചെയ്താൽ ഇസഡ് ലൈനിന്റെ ലെങ്ത് ആണ് സാർക്കോമിയർ ലെങ്ത് ഡിക്രീസസ്. ഇനി ഇത് അടുത്തടുത്ത് വരുമ്പം ഈ കാണുന്ന എച്ച് സോണ് ഡിസപ്പിയർ ആവും. എ ബാൻഡിൽ കാണുന്ന എച്ച് സോണ് ഡിസപ്പിയർ ആവും. എം ലൈനും ഡിസപ്പിയർ ആവും. ഇതാണ് മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പോൾ നടക്കുന്ന ഒരു ഈവന്റ് ആണ്. മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പം ഈ ആക്റ്റിൻ ഫിലമെന്റ് അടുത്തോട്ട് വരും. ആക്റ്റിൻ ഫിലമെന്റ് കം ക്ലോസർ. അപ്പോ ഇസഡ് ലൈൻ കം ക്ലോസർ. ഇസഡ് ലൈൻ അടുത്തടുത്ത് വരും. വരുമ്പോൾ ഇസഡ് ലൈൻ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് കുറയും. കുറഞ്ഞാൽ ഇസഡ് ലൈനിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് സാർക്കോമിയർ. അപ്പൊ സാർക്കോമിയറിന്റെ ലെങ്ത് കുറയും. ഇനി അങ്ങനെ ഇത് കോൺട്രാക്ട് ചെയ്ത് അടുത്തടുത്ത് വരുമ്പോ ഈ എ ബാൻഡിൽ കാണുന്ന എച്ച് സോണ് ഡിസപ്പിയർ ആവും. എ ബാൻഡിൽ കാണുന്ന ലൈനാണ് എം ലൈന്, അതും ഡിസപ്പിയർ ആവും. ഇതാണ് മസിൽ കോൺട്രാക്ഷൻ നടക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ. ആക്റ്റിൻ ഫിലമെന്റ് അടുത്തടുത്ത് വരും. വരുമ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഇസഡ് ലൈൻസ് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കും. അടുത്തടുത്ത് വരുമ്പോൾ ഇസഡ് ലൈൻ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് സാർക്കോമിയർ. അപ്പൊ സാർക്കോമിയറിന്റെ ലെങ്ത് കുറഞ്ഞു വരും. ഇസഡ് ലൈൻ കം ക്ലോസർ, ലെങ്ത് ഓഫ് സാർക്കോമിയർ ഡിക്രീസസ്. അതേപോലെ എ ബാൻഡിൽ കാണുന്ന ലൈറ്റ് റീജിയന്റെ പേരാണ് എച്ച് സോണ്. അപ്പൊ ഇത് കോൺട്രാക്ട് ചെയ്ത് വരുമ്പം ആ എച്ച് സോണ് ഡിസപ്പിയർ ആവും. അതിനകത്ത് കാണുന്ന എം ലൈനും ഡിസപ്പിയർ ആവും. അപ്പോ ഇസഡ് ലൈൻ കം ക്ലോസർ, ലെങ്ത് ഓഫ് സാർക്കോമിയർ ഡിക്രീസസ്, എച്ച് സോൺ ഡിസപ്പിയർ, എം ലൈൻ ഡിസപ്പിയർ. അപ്പോ മസിൽ കോൺട്രാക്ഷനിലാണ്. ഇതെല്ലാം കാണാൻ പറ്റുന്നത് മസിൽ റിലാക്സ് ആവുമ്പോഴാണ്. അപ്പൊ മസിൽ ഇങ്ങനെ കോൺട്രാക്ട് ചെയ്ത് വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കും. എന്നാൽ അതേസമയം മസിൽ റിലാക്സ് ചെയ്യുമ്പോൾ നമുക്ക് എച്ച് സോൺ കാണാം, എം ലൈൻ കാണാം. വീണ്ടും ആക്റ്റിൻ ഫിലമെന്റ് രണ്ട് ദിശയിലോട്ട് ഇങ്ങനെ പോവും. അപ്പൊ ലെങ്ത് ഓഫ് സാർക്കോമിയർ ഇൻക്രീസസ്.
റിലാക്സ് ചെയ്യുമ്പോൾ. ഓക്കെ. അപ്പോൾ നമുക്കിനി ഇതിനകത്ത് രണ്ട് ടോപ്പിക്കാണ് നമുക്ക് ഇതിനകത്ത് ഇനി അടുത്ത് പഠിക്കേണ്ടത്. അതിലൊന്ന് മെക്കാനിസം ഓഫ് മസിൽ കോൺട്രാക്ഷൻ, രണ്ട് ടൈപ്സ് ഓഫ് മസിൽ ഫൈബർ പഠിക്കാനുണ്ട്, പിന്നെ അതിന്റെ ഡിസീസസ് ആണ്. ഇത്രയും ചെറിയൊരു ടോപ്പിക്കാണ്. അത് പറയുമ്പോൾ നമ്മുടെ ഈ ലോക്കോമോഷൻ എന്ന ചാപ്റ്ററിലെ മസ്കുലർ സിസ്റ്റം കംപ്ലീറ്റ് ആവും. പിന്നെ മറ്റൊരു ടോപ്പിക്കാണ് സ്കെലിറ്റൽ സിസ്റ്റം. ഇത് രണ്ട് ടോപ്പിക്കാണ്. ലോക്കോമോഷൻ എന്ന ചാപ്റ്ററിനകത്ത് രണ്ട് സിസ്റ്റം കിടപ്പുണ്ട്. അതിലൊന്ന് മസ്കുലാർ സിസ്റ്റവും പിന്നെ ഒന്ന് സ്കെലിറ്റൽ സിസ്റ്റം. ഇതിൽ മസ്കുലാർ സിസ്റ്റം കംപ്ലീറ്റ് മസിൽസിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ അതാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത സെഷനിൽ അത് കംപ്ലീറ്റ് ആവും. അത് കംപ്ലീറ്റ് ആയി നമുക്ക് അടുത്ത ടോപ്പിക് ആയിട്ടുള്ള സ്കെലിറ്റൽ സിസ്റ്റം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിനകത്ത് നീറ്റിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമ്മളിതിന്റെ തിയറി ടോപ്പിക് ആണ് ഏറ്റവും പ്രധാനം. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിന്റെ തിയറി സെഷൻസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ മാക്സിമം അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെ മുറിച്ച് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഞാൻ വരച്ചിരിക്കുന്ന ഫിഗറൊക്കെ ഒന്ന് നോക്കി റെഫർ ചെയ്യുക. ഒന്നുകൂടെ വീഡിയോ കാണുക. വീഡിയോ കണ്ടിട്ട് NCERT ടെക്സ്റ്റ് എടുത്ത് വെച്ച് വായിക്കണം. കാരണം നമ്മൾ NCERT കിടക്കുന്ന അതേ പാറ്റേണിൽ തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞു വരുന്നത്. അപ്പോ നോക്കുക, വരച്ചിരിക്കുന്ന ഫിഗർ എടുത്തിട്ട് NCERTയും കൂടെ എടുത്തു വെച്ച് വായിക്കുക. അതിനകത്തുള്ള മെജോറിറ്റി ടോപ്പിക് നമ്മൾ കവർ ചെയ്താണ് പോകുന്നത്. അപ്പോ ഇതിന്റെ ബാക്കി നോട്ടുണ്ട്. ആ നോട്ട് ഞാൻ ഗണേഷ് സാറിനെ ഏൽപ്പിക്കും, പ്രിന്റഡ് നോട്ട്. അപ്പൊ സാറ് നിങ്ങൾക്ക് അത് അയച്ചു തരും. അതിന്റെ പ്രിന്റ് എടുക്കുക. അതിന്റെ കൂടെ തന്നെ NCERTയുടെ സൊല്യൂഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പൊ അടുത്ത സെഷനിൽ നമ്മൾ ഇതിന്റെ മറ്റൊരു ബാക്കി ഒരു ഭാഗമുണ്ട്, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് മസ്കുലാർ സിസ്റ്റം പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ അടുത്ത സെഷൻ ആയിട്ടുള്ള സ്കെലിറ്റൽ സിസ്റ്റത്തിനകത്തോട്ട് കടക്കും. അതിനകത്ത് നമ്മൾ നമ്മുടെ ബോൺസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോ ബാക്കി നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ശരി.
നേരത്തെ വായിച്ചോ? ഓക്കെ ആണോ? കുഴപ്പമില്ല, പ്രശ്നമില്ല. ചാർജ് ഇരുന്ന പറ്റില്ല ഉണ്ടോ?